സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഉടനെ വിളിക്കുന്നു, യാ മഹ്മൂദ് ഇബ്നു സുബസ്തക്, യാ മഹ്മൂദ് ഇബ്നു സുബസ്തക്, സുബസ്തക്കിന്റെ മകനായ മഹ്മൂദേ. ബാപ്പാന്റെ പേര് കിട്ടാതല്ലേ കുറെ കാലം സംശയിച്ചിരുന്നത്. ബാപ്പാന്റെ പേര് ഇതാ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സുബസ്തക്കിന്റെ പുത്രനായ മഹ്മൂദേ. മറ്റൊരു സംശയം എന്താണ്? ഞാൻ എവിടെയാണ്? സ്വർഗത്തിലാണോ നരകത്തിലാണോ? നബി തങ്ങൾ പറയുന്നു, അന്ത മഈ ഫിൽ ജന്ന, നിങ്ങൾ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. സ്വർഗത്തിലാണെന്ന് മാത്രമല്ല, എന്നോടൊപ്പം സ്വർഗത്തിലാണ്. എന്തേ കാരണം? ലിക്റാമി മിറാസി, എന്റെ അനന്തരാവകാശിയെ ബഹുമാനിച്ചതിനു വേണ്ടി. എന്താണ് ഈ ബഹുമാനം? മഹാനവർകൾ ചിന്തിക്കുന്നു, ഞാൻ എന്താ ബഹുമാനിച്ചത്? അപ്പൊ അന്വേഷിച്ചു നോക്കുമ്പോ പാനൂസിന്റെ ലൈറ്റ് കണ്ട് പള്ളിയുടെ ഉള്ളിൽ കിതാബ് മറിച്ചിരിക്കുന്ന മുത്തഅല്ലിമ് ഒരു 2-3 മിനിറ്റ് ഓതിയിട്ടുണ്ട്. പള്ളിയിൽ ലൈറ്റ് അണഞ്ഞപ്പോഴാണ് അതിന്റെ മുന്നിലൂടെ പാനൂസ് പോകുന്നത്. ഇതിന്റെ ലൈറ്റ് കണ്ടിട്ട് കിതാബിലെ വാചകങ്ങൾ 2-3 മിനിറ്റ് ഒരു മുത്തഅല്ലിം ഓതിയിട്ടുണ്ട്. ഈ മുത്തഅല്ലിമാണ് മീറാസ്, നബി തങ്ങൾ അനന്തരാവകാശി. ആ അനന്തരാവകാശിയെ ബഹുമാനിച്ചതുകൊണ്ട് കിട്ടിയത് എന്താണ്? സ്വർഗീയ ജീവിതമാണ്. അതുകൊണ്ട് ബഹുമാനിച്ചോ, അവര് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചോ, അവരെ പൊരുത്തക്കേട് വാങ്ങണ്ട. സഹോദരങ്ങളെ, അതുമാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സാധാരണ നിലക്ക് നമ്മൾ ലാഘവത്തോടെ കാണുന്ന വിഷയങ്ങള്, ഞാൻ അതാണ് പറയുന്നത്, വൻദോഷങ്ങൾ എത്രയുണ്ട്. ഒന്ന് ഞാൻ പറയട്ടെ, അടുത്ത് നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പഠിച്ചു വെക്കണം. ഉപ്പമാരിത് കാര്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഉമ്മമാരും ചിലപ്പോൾ ഉപ്പമാരായിരിക്കും ഇതിന്റെ ഉത്തരവാദി. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എണ്ണുന്നു, ലബ്സുൽ മർഅതി സൗബൻ റഖീഖാ യസിഫു ബശറതുഹാ. സഹോദരിമാര് കട്ടി കുറഞ്ഞ വസ്ത്രം ധരിക്കുക വൻദോഷമാണ്. സഹോദരിമാര് കട്ടി കുറഞ്ഞ വസ്ത്രം ധരിക്കുക, അതേ ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങളൊക്കെ പത്രത്തിലൂടെ വായിച്ചില്ലേ, നമ്മുടെ കേരളത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരനുഭവം ഉണ്ടായല്ലോ ഈ അടുത്ത്. എന്താണത്? മഫ്ത ധരിച്ചു വന്ന ഒരു പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് TC കൊടുത്തു പറഞ്ഞയച്ചു. അതിനുത്തരവാദികൾ ഞാൻ പറയുന്നു നമ്മളാണ്, പുറത്താരുമല്ല, നമ്മളാണ് ഉത്തരവാദി. ആ കുട്ടി അങ്ങനെ പറഞ്ഞേക്കാനുള്ള കാരണം നമ്മളാണ്. എന്താ ഉസ്താദേ നമ്മളാകാൻ കാരണം എന്താ? നമ്മളല്ലേ മോഡേണിസത്തിന്റെ ആളുകള്. നമ്മളൊക്കെ വലിയ സുന്നികളായി സിന്ദാബാദ് വിളിക്കുന്ന ക്യാപ്റ്റന്മാരാണ്. പക്ഷേ നമ്മളെ പിന്നാലെ ഭാര്യ വന്ന് നോക്കിയാൽ നമ്മളെ ആദർശമറിയും. നമ്മളെ കൂടെ നമ്മുടെ മക്കളൊന്ന് അങ്ങാടിയിലേക്ക് വന്നാൽ നമ്മുടെ ആദർശം പൊളിയും. എന്തേ കാരണം? ജാഹിലിയ്യ കാലഘട്ടത്തിലെ വസ്ത്രമാണ് നമ്മുടെ ഭാര്യ ധരിക്കുന്നത്, ഉമ്മ ധരിക്കുന്നത്, പെങ്ങൾ ധരിക്കുന്നത്. അല്ലേ? അല്ലെന്ന് പറയാൻ ധൈര്യമുള്ള ആളുകൾ വളരെ കുറവല്ലേ? മുഖം മറച്ച് ഒരു സഹോദരി എങ്ങാനും മുഖം മറച്ച് ഇങ്ങനെ പോകുന്ന നേരത്ത് 2 കണ്ണിങ്ങനെ കാണുകയാണെങ്കിൽ പല ആൾക്കാരും നോക്കിയിട്ട് സഹോദരന്മാരൊക്കെ നോക്കി ചിരിക്കുന്നു. എന്താണ് ആ പെണ്ണിന്റെ ഒരു ദൗർഭാഗ്യം കണ്ടില്ലേ? അവൾ ആ ചുറുചുറുക്കുള്ള മുഖം കാണാൻ മറ്റുള്ള ആളുകൾക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ ഭാഗ്യം കിട്ടിയില്ലല്ലോ. ഒരു 2 കണ്ണിങ്ങനെ ടോർച്ച് ലൈറ്റ് പോലെ 2 കണ്ണിങ്ങനെ പിന്നാക്കിയാണല്ലോ പോകുന്നത്. വേറെ ഒന്നും കാണുന്നില്ലല്ലോ. അതിന്റെ ഉള്ളിലൊന്ന് കാണാനുള്ളത് കഴിഞ്ഞില്ലല്ലോ.